ക്യാറ്റ്ലെസ് സ്കിൽ ഹബ് ഒരുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി, 6 മാസ പഠനം, മികച്ച ജോലി. അയ്യോ അയ്യോ നമ്മുടെ ജോണി ചേട്ടൻ. തൃശൂരിലെ ചാവക്കാട് മാർക്കറ്റിൽ ഏറെ അറിയപ്പെടുന്ന പച്ചക്കറിക്കടയായിരുന്നു ജോണിയുടേത്. 45-കാരനായ ജോണി സ്വതവേ സൗമ്യനായിരുന്നു. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്നയാൾ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നത് പോലെ ഏത് പച്ചക്കറി എത്ര അളവിൽ ചോദിച്ചാലും അത് ജോണിയുടെ കടയിലുണ്ടാകും. മറ്റു കടകൾ പോലെ കൃത്യസമയം തുറന്ന് കൃത്യസമയത്ത് അടയ്ക്കുന്ന രീതി ജോണിക്കുണ്ടായിരുന്നില്ല. കടയിൽ ആളുള്ളിടത്തോളം അവർക്കെല്ലാം വേണ്ടത് കൊടുത്തയച്ചിട്ടേ ജോണി കടയടയ്ക്കാറുള്ളൂ. കല്യാണങ്ങളും വീട്ടുതാമസവും അടക്കം നാട്ടിലെ മിക്ക പരിപാടികൾക്കും പച്ചക്കറി എത്തിക്കുന്നത് ജോണിയായിരിക്കും. കാരണം മറ്റ് കടകളേക്കാൾ വില അല്പം കുറവായിരുന്നു ജോണിയുടെ അടുത്ത്. അയ്യോ, ജോണി ചായന എന്തുട്ടാ പറ്റിയേ? ഇടിയേറ്റാടാ, എന്തൊരു പൊട്ടല പൊട്ടിയേ. ഒന്ന് പറ്റാഞ്ഞ മതിയായിരുന്നു. എന്നാൽ ആശുപത്രിയിലെത്തിച്ച ജോണിയുടെ ശരീരം അപ്പോഴേക്കും മരവിച്ചിരുന്നു. വൈകാതെ ഡോക്ടർ മരണം സ്ഥിരീകരിച്ചു. ഇടിമിന്നലിന്റെ ആഘാതത്തിൽ പെട്ടെന്നുണ്ടായ ഹൃദയസ്തംഭനമാണ് മരണകാരണം. മൃതദേഹം വീട്ടിലെത്തിച്ചു. പിറ്റേന്ന് തന്നെ മൃതദേഹം സംസ്കരിക്കാനുള്ള ഏർപ്പാടുകളെല്ലാമായി. ചാവക്കാട്ടെയും പരിസര പ്രദേശങ്ങളിലെയും സാധാരണക്കാർക്ക് മറക്കാനാകാത്തൊരു ദിവസമായിരുന്നു അത്. ജോണിയെ കാണാത്ത ഒരു ദിവസം ചാവക്കാട്ടുകാർക്കുണ്ടായിരുന്നില്ല. എല്ലാവരുടെയും പ്രിയപ്പെട്ടവൻ. അവസാനമായി ജോണിയെ ഒരു നോക്ക് കാണാൻ എല്ലാവരും ആ വീട്ടുമുറ്റത്തെത്തി. എന്തൊരു മരണമാണിത്! നിറകണ്ണുകളോടെ ആളുകൾ അടക്കം പറഞ്ഞു. സംസ്കാരത്തിന് മുൻപ് മൃതദേഹം കുളിപ്പിക്കാനെടുത്തു. അപ്പോഴാണ് അന്ന് പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായ ജോണിയുടെ മകൻ ബിജു ആ കാഴ്ച കണ്ടത്. ജോണിയുടെ ഇടത് തോളിന്റെ ഭാഗത്ത് പിന്നിലായി ഒരു മുറിവ്. ഇടിമിന്നലേറ്റ അപ്പന്റെ തോളിൽ എങ്ങനെ മുറിവ് വന്നു? പെട്ടെന്ന് തന്നെ ബിജു അകത്ത് മുറിയിലേക്ക് ഓടി. അവിടെ ഒരു ടേബിളിൽ ഒരു ഷർട്ടും മുണ്ടും മടക്കി വെച്ചിട്ടുണ്ട്. മരണപ്പെടുമ്പോൾ ജോണി ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ. ബിജു അതെടുത്ത് നിവർത്തി നോക്കി. അതാ, ഷർട്ടിലും തോൾഭാഗത്തിന്റെ പിന്നിലായി ഒരു ദ്വാരം, ചെറിയ വട്ടത്തിൽ ഒരു കീറൽ. അപ്പന്റെ മരണത്തിൽ അവൻ എന്തോ ദുരൂഹത തോന്നി. ഉടൻ തന്നെ അവൻ ജോണിയുടെ സഹോദരനെ വിളിച്ച് കാര്യം പറഞ്ഞു. ചിറ്റപ്പ, എനിക്കൊരു സംശയം. അപ്പനെ ഇടിവെട്ടി തന്നെയാണോ? അപ്പന്റെ ദേഹത്തേക്കും ഷർട്ടിലേക്കും ഒന്ന് നോക്കിയേ. എടാ, ജോണി ആശുപത്രി കൊണ്ടുപോയത് ജീപ്പി കയറ്റില്ലേ? പോകുന്ന വഴി വല്ല ആണിങ്ങാനും കൊണ്ടതാണോ? എന്നാൽ അവൻ അത് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. സംസ്കാരം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ അപ്പന്റെ ആ ഷർട്ടുമായി ആ മകൻ തൃശൂർ ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ ചെന്ന് കണ്ടു. അന്ന് തൃശൂർ SP A ഹേമചന്ദ്രനായിരുന്നു. വിഷയം ശ്രദ്ധയോടെ കേട്ട ഹേമചന്ദ്രൻ ഉടൻ കുന്നംകുളം സർക്കിൾ ഇൻസ്പെക്ടറെ വിളിച്ച് കാര്യം അന്വേഷിക്കാൻ ഏൽപ്പിച്ചു. പോലീസ് കടയിലെത്തി പരിശോധന നടത്തി. ഇടിമിന്നലേറ്റതാണെങ്കിൽ അതിന്റെ ആഘാതം പല വിധത്തിലായി അവിടെ കാണണം. എന്നാൽ ജോണിക്കല്ലാതെ മറ്റാർക്കും അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു വസ്തുവിന് പോലും യാതൊരു ഇളക്കവും സംഭവിച്ചിട്ടില്ല. ഇടിമിന്നലല്ല എന്ന കാര്യം പോലീസ് ഏതാണ്ട് ഉറപ്പിച്ചു. അങ്ങനെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തീരുമാനമായി. അപ്പോഴേക്കും വിഷയമറിഞ്ഞ് സെമിത്തേരിയിൽ ആളുകൾ ഓടിക്കൂടിയിരുന്നു. ഫോറൻസിക് സർജൻ എത്തി പോസ്റ്റ്മോർട്ടം ആരംഭിച്ചു. പരിശോധനയിൽ ജോണിയുടെ ശ്വാസകോശത്തിൽ ഭാരമുള്ള ഒരു വസ്തു കണ്ടെത്തി. നോക്കുമ്പോൾ ചെറിയൊരു വെള്ളാരങ്കല്ല്. ഫോറൻസിക് സർജനും പോലീസും ആശ്ചര്യപ്പെട്ടു. പൊതുവെ നാടൻ ബോംബുകളിൽ വെള്ളാരങ്കൽ ഉപയോഗിക്കാറുണ്ട്. എങ്ങാനും കടയുടെ സമീപത്ത് നിന്നും ബോംബ് പൊട്ടി അതിലൊരു വെള്ളാരങ്കല്ലിന്റെ ചീറ് ജോണിയുടെ ദേഹത്ത് തുളഞ്ഞു കയറിയതായിരിക്കുമോ? എന്നാൽ ഫോറൻസിക് വിദഗ്ധർ സ്ഥലപരിശോധന നടത്തിയപ്പോൾ
അത്തരമൊരു നാടൻ ബോംബ് പൊട്ടിയതിന്റെയോ സ്ഫോടനം നടന്നതിന്റെയോ യാതൊരു തെളിവും മാർക്കറ്റിൽ കണ്ടെത്താനായില്ല. എന്താണ് സംഭവിച്ചതെന്നതിൽ ഒരു ഊഹവും പോലീസിന് കിട്ടിയില്ല. ജോണി കൊല്ലപ്പെട്ടതാണ്. ആണെങ്കിൽ എന്തിന്? ആരാണ് കൊന്നത്? ജോണിയോട് പകയും വിദ്വേഷവുമുള്ള ആരാണുള്ളത്? ജോണിയുടെ മരണത്തിലെ ദുരൂഹത പ്രാദേശിക ലേഖകനായ KT വിൻസെന്റ് വാർത്തയാക്കി. വിഷയത്തിൽ ശക്തമായ അന്വേഷണം ആവശ്യപ്പെട്ട് വ്യാപാര സംഘടനകൾ തെരുവിലിറങ്ങി. ഈ ഘട്ടത്തിലാണ് പ്രമുഖ ഫോറൻസിക് സർജൻ B. ഉമാദത്തൻ കേസിന്റെ ഭാഗമായത്. ഒരു ഷർട്ട് തെളിവായി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് കൊടുത്തുവിടാൻ നിർദ്ദേശിച്ചു. അന്വേഷണം അവിടെ നിന്ന് തുടങ്ങി. വിശദമായ പരിശോധനകൾ നടത്തിയ ഉമാദത്തൻ ചില നിഗമനങ്ങളിലേക്ക് എത്തി. ഷർട്ടിൽ 1/2 സെന്റിമീറ്റർ വ്യാസത്തിൽ വൃത്താകൃതിയിലാണ് ദ്വാരമുള്ളത്. അതിനു ചുറ്റും ചാരനിറത്തിലുള്ള ഒരു വലയവും. ഷർട്ടിന്റെ ഉൾവശത്താണ് രക്തക്കറ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ജോണിയുടെ ശരീരത്തിൽ പുറത്തുണ്ടായിരുന്ന മുറിവിനും 1/2 സെന്റിമീറ്റർ മാത്രമാണ് നീളം. ചെറിയ വെടിയുണ്ട തുളച്ചു കയറിയതുപോലെയാണ് തോന്നുന്നത്. കാലിബർ .22 ഇഞ്ചുള്ള റിവോൾവറിലും റൈഫിളിലും ഉപയോഗിക്കുന്ന വെടിയുണ്ടയുടെ വ്യാസവും 1/2 സെന്റിമീറ്റർ ആണ്. ഇത്തരം വെടിയുണ്ടകളുടെ പ്രത്യേകത അവ ഈയം കൊണ്ട് നിർമ്മിച്ചവയാകും എന്നതാണ്. മറ്റു തോക്കുകളിലെ പോലെ ഉണ്ടയ്ക്ക് പിച്ചളയുടെയോ നിക്കലിന്റെയോ കവചം ഉണ്ടാകില്ല. ഉമാദത്തൻ ആ ഷർട്ട് തിരുവനന്തപുരത്തെ ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് അയച്ചു. അവിടുത്തെ ബാലിസ്റ്റിക് വിദഗ്ധൻ വിഷ്ണു പോറ്റി രാസപരിശോധന നടത്തി. ഉമാദത്തൻ സംശയിച്ചതുപോലെ ആ ഷർട്ടിലെ ദ്വാരത്തിന് ചുറ്റുമുള്ള വലയത്തിൽ ഈയത്തിന്റെ അംശമുണ്ടായിരുന്നു. ഷർട്ടിൽ കണ്ടത് വെടിയുണ്ട തുളച്ചു കയറിയ പാട് തന്നെ. എന്നാൽ ആ വെടിയുണ്ട എവിടെ? പോസ്റ്റ്മോർട്ടത്തിൽ എവിടെയും ശരീരത്തിൽ വെടിയുണ്ട കണ്ടെത്താനായിട്ടില്ല. ജോണിയുടെ പിന്നിൽ മാത്രമേ മുറിവുള്ളൂ. അതിനാൽ വെടിയുണ്ട ശരീരം തുളച്ച് പുറത്തേക്ക് പോയിട്ടുമില്ല. ജോണി ഇടിമിന്നലേറ്റ് മരിച്ചതല്ല. അയാളെ ആരോ വെടിവെച്ച് കൊന്നതാണ് എന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ ഈ തെളിവുകൾ പോരാ എന്നർത്ഥം. പോലീസ് സംഘം ഉമാദത്തനൊപ്പം നേരെ പോയത് ജോണിയുടെ ചാവക്കാട്ടെ കടയിലേക്കാണ്. അന്ന്, അതായത് ജോണി കൊല്ലപ്പെട്ട ദിവസം നടന്ന സംഭവങ്ങൾ പുനരാവിഷ്കരിക്കാൻ. ജോണിയുടെ ശരീരത്തിന്റെ അതേ ഭാരവും ഉയരവുമുള്ള ഡമ്മിയെ കടയിൽ ജോണി മരിച്ചു കിടന്ന അതേ പൊസിഷനിൽ വെച്ചാണ് അന്വേഷണ സംഘം പരീക്ഷണം നടത്തിയത്. ദൂരെ നിന്ന് നിറയൊഴിച്ചാൽ കൃത്യമായി മുതുകിൽ വെടിയേൽക്കില്ല. കാരണം കടയുടെ സൈഡിലെ തട്ടുപന്തൽ താഴേക്ക് ചരിഞ്ഞതാണ്. അതിനാൽ കടയുടെ വരാന്തയിൽ തന്നെ നിന്നുകൊണ്ടാകണം കൊലയാളി നിറയൊഴിച്ചത്. അങ്ങനെയെങ്കിൽ കടയിൽ ആ സമയത്തുണ്ടായിരുന്നവർ ആ വെടിയൊച്ച കേട്ടിരിക്കണം. അതോടെ ജോലിക്കാരെ പോലീസ് ചോദ്യം ചെയ്തു. എന്നാൽ ആ സമയം ഇടിയും മിന്നലുമായിരുന്നുവെന്നും മറ്റൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും അവർ പറഞ്ഞു. പോലീസ് ഉടൻ ആ ജീവനക്കാരെയും കൊണ്ട് തൃശൂർ രാമവർമ്മപുരത്തെ പോലീസ് ക്യാമ്പിലേക്ക് പോയി. ക്യാമ്പിൽ വെടിവയ്പ് പരിശീലനം നടക്കുന്ന മൈതാനത്തേക്ക്. ഓരോ തരം തോക്കുകളിൽ നിന്നും വെടിയുതിർക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവും അന്ന് ജോണി മരിച്ചപ്പോൾ കേട്ട ഇടിവെട്ടലിന്റെ ഒച്ചയും തമ്മിൽ സാമ്യമുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ നിർദ്ദേശം ജീവനക്കാർക്ക് നൽകി. അതെ, ഒരു ജീവനക്കാരൻ ആ ശബ്ദം തിരിച്ചറിഞ്ഞു. കാലിബർ .22 റിവോൾവറിൽ നിന്നുള്ള വെടിയൊച്ച. അപ്പോഴും പോലീസിനെ കുഴയ്ക്കുന്ന ആ ചോദ്യം ബാക്കിയായി. വെടിയുണ്ട എവിടെ പോയി? ഇനി പോസ്റ്റ്മോർട്ടത്തിൽ വെടിയുണ്ട കാണാതെ പോയതായിരിക്കുമോ? ആ മൃതശരീരത്തിൽ എവിടെയെങ്കിലും വെടിയുണ്ട ഇപ്പോഴും കിടക്കുന്നുണ്ടാകുമോ? ഉണ്ടെങ്കിൽ തന്നെ മൃതദേഹം അടക്കിയിട്ട് 2 മാസം കഴിഞ്ഞു. ചീഞ്ഞളിഞ്ഞ മൃതദേഹത്തിൽ നിന്നും എങ്ങനെ വെടിയുണ്ട കണ്ടെത്താനാകും? പോലീസ് വല്ലാതെ കുഴഞ്ഞു. കേസ് വൈകാതെ ക്രൈംബ്രാഞ്ചിന് വിട്ടു. അപ്പോഴും B. ഉമാദത്തൻ തന്നെയായിരുന്നു മെഡിക്കോ ലീഗൽ അഡ്വൈസർ. വെടിയുണ്ട കണ്ടെത്താതെ അന്വേഷണം ഒരു തരി മുന്നോട്ടു പോകില്ല. ഒടുവിൽ അദ്ദേഹത്തിന്റെ തലയിൽ ഒരു ബുദ്ധി ഉദിച്ചു. മെറ്റൽ ഡിറ്റക്ടർ. 10 അടി ആഴത്തിൽ വരെ കുഴിച്ചിടുന്ന ബോംബും മറ്റ് മെറ്റലുകളും വരെ കണ്ടെത്താൻ കഴിയുന്ന മെറ്റൽ ഡിറ്റക്ടർ തിരുവനന്തപുരം സ്പെഷ്യൽ ബ്രാഞ്ചിലുണ്ടെന്നും അതെത്തിക്കാമെന്നുമായി SP ഹേമചന്ദ്രൻ. എങ്കിലും മെറ്റൽ ഡിറ്റക്ടർ വെച്ച് അത്ര ചെറിയ ബുള്ളറ്റ് കണ്ടെത്താനാകുമോ എന്ന ആശങ്ക അപ്പോഴും ഉമാദത്തനെ അലട്ടി. എങ്കിലും മുന്നോട്ടു പോകാൻ തന്നെയായിരുന്നു തീരുമാനം. അങ്ങനെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നും മെറ്റക്സ് എന്ന ബ്രാൻഡിന്റെ മെറ്റൽ ഡിറ്റക്ടർ എത്തിച്ചു. ആദ്യം ഒരു പരീക്ഷണം നടത്താൻ അവർ തീരുമാനിച്ചു. പോലീസ് ക്ലബ്ബ് ഹാളിൽ പഞ്ഞിമെത്ത ചുരുട്ടി വെച്ച് അതിലേക്ക് .22 റിവോൾവർ ചേർത്ത് വെച്ച് നിറയൊഴിച്ചു. ശേഷം
മെറ്റൽ ഡിറ്റക്ടർ മെത്തയ്ക്ക് മീതെ വെച്ച് പരിശോധിച്ചു. യെസ്, ആ പരീക്ഷണം വിജയിച്ചു. പോലീസ് നേരെ മെറ്റൽ ഡിറ്റക്ടറുമായി സെമിത്തേരിയിലേക്ക്. ചാവക്കാട് തഹസിൽദാരുടെ സാന്നിധ്യത്തിൽ സെമിത്തേരിയിലെ കല്ലറയിൽ നിന്ന് മൃതദേഹം അടക്കിയ പെട്ടി പുറത്തെടുത്തു. അന്ന് പള്ളിയുടെയും സെമിത്തേരിയുടെയും പരിസരത്ത് ജനസാഗരം തന്നെയായിരുന്നു. ഉമാദത്തനും മറ്റു ഡോക്ടർമാരും കയ്യുറകളും മാസ്കും ധരിച്ച് തയ്യാറായി നിന്നു. അങ്ങനെ മൃതദേഹം പെട്ടിയിൽ നിന്നും പുറത്തെടുത്ത് ടേബിളിലേക്ക് മാറ്റി. മൃതദേഹം ഇതിനകം അഴുകി കറുത്ത ഒരു മാംസപിണ്ഡം മാത്രമായി മാറിയിരുന്നു. ഓരോ ശരീരഭാഗവും പ്രത്യേകം കയ്യിലെടുത്ത് പിടിക്കാവുന്ന വിധമായി. അങ്ങനെ ഡോക്ടർമാർ ഓരോ ശരീരഭാഗവും കയ്യിലെടുത്ത് പിടിക്കുകയും പോലീസുകാർ മെറ്റൽ ഡിറ്റക്ടർ അതിനു മുകളിൽ പിടിക്കുകയും ചെയ്തു. മണിക്കൂർ 1 കഴിഞ്ഞിട്ടും മെറ്റൽ ഡിറ്റക്ടർ അനങ്ങിയില്ല. ഒരു ശബ്ദം പോലും കേൾക്കാനുമില്ല. എല്ലാവരുടെയും മുഖത്തും നിരാശ പടർന്നു. അല്പം വിശ്രമിക്കാനായി ഉമാദത്തനും പോലീസുകാരും ഒരു ഭാഗത്തേക്ക് മാറി. ആ സമയം പെട്ടെന്ന് മെറ്റൽ ഡിറ്റക്ടർ ബീപ് ശബ്ദമുണ്ടാക്കി. എന്തൊക്കെയോ ചുരുളഴിയാൻ പോകുന്നതിന്റെ ആവേശത്തോടെ അവർ മൃതദേഹത്തിനരികിലേക്ക് ഓടിയെത്തി. എന്നാൽ അത് ശവപ്പെട്ടിയിലെ ഒരു ആണിയായിരുന്നു. വീണ്ടും നിരാശ. എന്നാൽ വിട്ടുകൊടുത്തു പോകാൻ അവരാരും തയ്യാറായില്ല. വീണ്ടും വീണ്ടും പരിശോധിച്ചു. ഒടുവിൽ ശ്വാസകോശത്തിന്റെ ഒരു ഭാഗമെടുത്ത് നടത്തിയ പരിശോധന. മെറ്റൽ ഡിറ്റക്ടർ ആശ്വാസത്തിന്റെ ശ്വാസമെടുത്തു. തേടിയ വള്ളി കാലിൽ ചുറ്റി എന്നതുപോലെ ശ്വാസകോശത്തിൽ നിന്നും ആ .22 ബുള്ളറ്റ് അവർ കണ്ടെത്തി. സാധാരണ തോക്കിൽ നിന്ന് പുറത്തുവരുന്ന വെടിയുണ്ടകളുടെ വശങ്ങളിൽ അടയാളങ്ങൾ ഉണ്ടാകും. തോക്കിൻ കുഴലിന്റെ വശങ്ങളിൽ നിന്നുണ്ടാകുന്ന മാർക്കുകൾ. എന്നാൽ ജോണിയുടെ ശ്വാസകോശത്തിൽ നിന്നും കണ്ടെത്തിയ ഉണ്ടയിൽ ആ അടയാളങ്ങൾ ഉണ്ടായിരുന്നില്ല. അതോടെ പോലീസ് മറ്റൊരു നിഗമനത്തിൽ കൂടി എത്തി. കൊല്ലന്മാർ രഹസ്യമായി ഉണ്ടാക്കുന്ന തോക്കിൽ നിന്നും ഉതിർത്ത വെടിയുണ്ടയാണ്. അതോടെ ജോണി കൊല്ലപ്പെട്ടത് തന്നെ എന്ന് വ്യക്തമായി. അതിനുള്ള തെളിവും ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ ആരാണ് ജോണിയെ കൊന്നത്, എന്തിനു കൊന്നു, ഈ ചോദ്യങ്ങൾ അപ്പോഴും അവശേഷിക്കുകയാണ്. അന്ന് കൃത്യം നടന്ന ദിവസം പരിസരത്തുണ്ടായിരുന്ന എല്ലാവരെയും പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. അന്ന് വെടിയൊച്ച കേട്ട് എല്ലാവരും ആ ഭാഗത്തേക്ക് ഓടുമ്പോൾ ഒരാൾ മഴയത്ത് ധൃതി പിടിച്ചിറങ്ങിപ്പോകുന്നത് കണ്ടുവെന്നും ആ ദിവസങ്ങളിൽ ഒരാൾ നാടൻ തോക്ക് അന്വേഷിച്ച് പ്രദേശത്ത് വന്നിരുന്നു എന്നുമൊക്കെയുള്ള ചിലരുടെ മൊഴികൾ അന്വേഷണത്തിന് വലിയ പുരോഗതി ഉണ്ടാക്കിയെങ്കിലും അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാനായില്ല ക്രൈംബ്രാഞ്ചിന്. അങ്ങനെയിരിക്കെ അന്വേഷണം CBIക്ക് കൈമാറി. CBI സ്ഥലത്തെത്തി. ജോണിയുടെ ജീവിതത്തെക്കുറിച്ചും ചുറ്റുപാടിനെക്കുറിച്ചും അന്വേഷിച്ചാണ് അവർ അന്വേഷണം തുടങ്ങിയത്. ജോണിക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ജോണി മരിച്ചാൽ ആർക്കാണ് ഗുണം? ഈ വഴിക്കായി CBIയുടെ അന്വേഷണം. എന്നാൽ എത്ര അന്വേഷിച്ചിട്ടും ജോണിയോട് വൈരാഗ്യമുള്ള ആരെയും CBIക്ക് കണ്ടെത്താനായില്ല. എന്ന് മാത്രമല്ല, നാട്ടിലെ എല്ലാവർക്കും സർവ്വസ്വീകാര്യനായിരുന്ന ജോണിയോട് പേരിന് പോലും ആർക്കും ഒരു വിദ്വേഷവും ഉണ്ടായിരുന്നില്ല. CBIയുടെ അന്വേഷണവും വഴിമുട്ടി നിന്ന ഘട്ടത്തിൽ അവിചാരിതമായ ഒരു കാര്യം സംഭവിച്ചു. ഒരു രാത്രിയിൽ ചാവക്കാട്ടെ ഒരു ബാറിൽ വെച്ച്. അന്ന് കുന്നംകുളം സ്ക്വാഡിൽ രാജൻ, മണി എന്നിങ്ങനെ 2 പോലീസുകാരുണ്ടായിരുന്നു. ഇരുവരും അല്പം മദ്യപിക്കുന്ന കൂട്ടത്തിലാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് 2 എണ്ണം അടിക്കുന്ന പതിവുണ്ടായിരുന്ന ഇരുവരും ബാറിലിരുന്ന് മദ്യപിക്കുന്നതിനിടെ അടുത്ത ടേബിളിൽ ഇരുന്ന 2 പേരുടെ സംസാരം കേൾക്കാനിടയായി. അല്പനേരം ശ്രദ്ധിച്ചിരുന്ന് ആ സംസാരം കേട്ട ഈ കോൺസ്റ്റബിൾമാർ ഞെട്ടിത്തരിച്ചുപോയി. ജോണിയുടെ പ്രാണനെടുത്തതിന്റെ കൂലിയിൽ ഇനിയും കിട്ടാനുള്ള ബാക്കിയെക്കുറിച്ചായിരുന്നു മദ്യലഹരിയിൽ അതിലൊരാളുടെ സംസാരം. അതെ, വാടക കൊലയാളി അബ്ദുസലാം. പിറ്റേന്ന് തന്നെ പോലീസ് സംഘവും CBIയും അബ്ദുസലാമിനെ കയ്യോടെ പൊക്കി. വിവരമറിഞ്ഞ നാട്ടുകാർ ഒന്നടങ്കം ഞെട്ടി. വാടക കൊലയാളിയെ വെച്ച് ജോണിയെ കൊല്ലിച്ചവൻ ആര്? ചോദ്യം ചെയ്യലിൽ അയാൾ ആ വിവരം തുറന്നു പറഞ്ഞു. ജോണിക്ക് ജീവിതത്തിലുണ്ടായിരുന്ന ഒരേ ഒരു എതിരാളി, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ജോണിയെ തന്റെ ശത്രുവായി കണ്ടിരുന്ന ഒരേ ഒരാൾ. കൊല്ലിച്ചത് അയാളായിരുന്നു. ജോണിയുടെ കടയുടെ നേരെ എതിർവശത്ത് പച്ചക്കറി വിൽക്കുന്ന RK വെജിറ്റബിൾസ് ഉടമ മുജീബ് റഹ്മാൻ. കൊലയ്ക്ക് കാരണം ഒന്നേയുള്ളൂ, കച്ചവടത്തിലെ വൈരാഗ്യം. ജോണി വില കുറച്ച് പച്ചക്കറി കൊടുക്കുന്നതിൽ തനിക്ക് കച്ചവടം കുറയുന്നതിലെ ദേഷ്യം അയാളുടെ ഉള്ളിൽ പകയായി മാറിയതായിരുന്നു.
അങ്ങനെ CBI ഇരുവരെയും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. കോടതി രണ്ടുപേർക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചെങ്കിലും കൃത്യമായ തെളിവുകൾ ശേഖരിക്കുന്നതിലെ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയും സാക്ഷികളുടെ അഭാവവും പ്രോസിക്യൂഷന്റെ വീഴ്ചയും കേസ് നടത്തുന്നതിൽ കുടുംബത്തിന് സംഭവിച്ച വീഴ്ചകളുമെല്ലാം മേൽക്കോടതിയിൽ പ്രതികൾക്ക് അനുകൂലമായി. കോടതി പ്രതികളെ വെറുതെ വിട്ടു. കേരള പോലീസിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ ഏറെ സമാനതകളൊന്നുമില്ലാത്ത ഒരധ്യായമായിരുന്നു ജോണി കേസിലെ അന്വേഷണം. ദൃക്സാക്ഷികളോ കാര്യമായ തെളിവുകളോ ഒന്നുമില്ലാത്ത കേസ്. കാലാവസ്ഥ പോലും പ്രതികൾക്ക് അനുകൂലമായി നിന്ന സംഭവം. ചില സംശയങ്ങൾ, ചില ദുരൂഹതകൾ, അതും മാത്രമായിരുന്നു കൈമുതൽ. കാര്യമായ സാങ്കേതിക വിദ്യയുടെ ഒന്നും പിൻബലമില്ലാഞ്ഞിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർ ഒടുവിൽ പ്രതികളിലേക്കെത്തി. പക്ഷേ നീതി മാത്രം നടപ്പായില്ല. പോലീസിന്റെ വിജയത്തിന്റെയും പരാജയത്തിന്റെയും കൂടി കഥയാണ് ചാവക്കാട് ജോണി വധക്കേസ്.